ചിലമ്പാട്ട ചുറ്റിക്കാട്ട് കാട്ട് രണ്ട വെട്ടിക്കാട്ട് ജല്ലിക്കെട്ട് കാളയാട്ടം കൂർത്ത കൊമ്പിൽ കുത്തിക്കാട്ട് നാല് കാല് നാല് തോള് വിരട്ടി താളം മുറുക്കി കാട്ട് എൻ പാട്ട് കേക്ക് എൻ പാട്ട് കേക്ക്. ഇങ്ങനത്തെ പാട്ടും എനിക്ക് പറ്റും എന്നുള്ളത് കാരണം ഞാൻ ആഗ്രഹിച്ചിരുന്നപ്പോഴാണ്, ഞാൻ അറിഞ്ഞില്ല ഇതുപോലൊരു പാട്ടാണ് RRR. ഈ പൊന്നെ മലയാളികൾക്ക് വേണ്ടി തന്ന പൊന്നെ പൊന്നു പാട്. വിളി കേൾക്കുമെങ്കിൽ പൊന്നെ. സത്യം പറഞ്ഞത് വിറച്ച് പൊന്നേന്ന് പാടിയതാ. പൊന്നേടാ നീ അത് അങ്ങനെ വിളിച്ചു പാട്. അങ്ങനെ പറഞ്ഞു ഞാനൊരു 50 പൊന്നെങ്കിലും പാടി വന്നു. കാലം നമ്മിൽ തന്നൊരേ വരം സുദീപ്തമി സ്വയം വരം സ്വപ്നം പോലെ നീ സമാഗമം മനം മുഖം സുഹാസിതം ഉയിരുകളലിയുന്നുവോ മൂകിൽ കുടഞ്ഞ മാരിൽ പൂക്കൾ പൂക്കും തരുണം. ഈ പാട്ടിനെ കുറിച്ച് ഇന്ന് ഇവിടെ സംസാരിക്കുമ്പോൾ ഓഫീസിൽ ഒരു പെങ്കൊച്ച് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ആ പാട്ടെടുത്ത് ഇങ്ങനെ ചെവിയിൽ വെച്ചിട്ട് പറഞ്ഞു, ഈ പാട്ട് കേട്ട ആ ചെക്കനെ പ്രേമിച്ചു. കുട്ടി എവിടെ? കുട്ടി മുകളിൽ തന്നെ നിൽക്കട്ടെ. ഗാഥയുണ്ട് ഇങ്ങോട്ട്. നേற்று വരെ നേരം പോതവില്ലയേ. ഞാൻ അദ്ദേഹത്തെ മീറ്റ് ചെയ്തപ്പം എനിക്ക് കിട്ടിയ ആദ്യത്തെ കമന്റ് ബെറ്റർ ദാൻ ഒറിജിനൽ എന്നുള്ളൊരു കമന്റ് അദ്ദേഹത്തിന്റെ. അതെ എനിക്ക് ഞാൻ വിചാരിച്ചു അത് എല്ലാവരും ഒന്ന് കേട്ടിരുന്നെങ്കിൽ സന്തോഷമായ. ഈ സാധനം ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. ഈ ഗാഥയെ കുറിച്ച് ഓർക്കുമ്പോ എന്തെങ്കിലും ഈ കവിളിനയിൽ പാടിക്കൊടുത്തില്ലേ? വാ വാ എന്റെ ഗാഥേ നിന്റെ ചൊടിയിൽ വിരിയുന്നു പറ അയ്യടാ. അതൊന്നും പറയില്ല. അച്ഛന്റെ ശബ്ദമാണ് എനിക്ക് കിട്ടിയത്. പലരും ചോദിക്കാറുണ്ട് ഇത് ശബ്ദത്തിന്റെ രഹസ്യം അച്ഛനാണ്. അച്ഛന് വിദ്യാജിയുടെ ആരോ വിരൽ മീട്ടി ഭയങ്കര ഇഷ്ടമായിരുന്നു. ആരെങ്കിലും ഒരു പാട്ട് പാടാൻ പറയുമ്പോൾ അച്ഛൻ അത് പാടും. അച്ഛൻ അത് കരഞ്ഞോണ്ടായിരിക്കും പാടും, ഭയങ്കര ഇമോഷണൽ ആയിട്ടാണ് പാടുന്നത്. ചന്ദനമണമോ മേലേ നല്ല ചെമ്പകപ്പൂക്കളോ കയ്യിൽ. ഈ നിങ്ങളോട് പ്രേമം തോന്നിയില്ലെങ്കിലേ ഉള്ളൂ അത്ഭുതം. പ്രേമം തോന്നാത്തവർക്ക് എന്തോ ഒരു കുഴപ്പമുണ്ടോ? ജീവാംശമായി താനേ നീ എന്നിൽ കാലങ്ങൾ മുന്നേ വന്നു. ചേട്ടാ ഒരു റിപ്ലൈ വരൂ. ഈ തിരക്കില് എന്തെങ്കിലുമൊക്കെ വിട്ടു പോകുമ്പം അപ്പൊ ആ ഭയഭക്തി ഇങ്ങനെ കുറയുന്നതാണ്. മേളില് നല്ല ചേട്ടാന്നൊക്കെ ഉള്ളു, ഇടേ ഒന്ന് തിരിഞ്ഞു നോക്കണേ എന്നൊക്കെ അവസരം. ഈ ഹരിശങ്കരനെ പ്രേമിക്കാൻ വരുന്നവരില് പെണ്ണുങ്ങൾ മാത്രമല്ലായിരിക്കുമല്ലോ, ആണുങ്ങൾ ഉണ്ടാവില്ലേ? പ്രേമം തോന്നുന്ന ആണുങ്ങളും ഇല്ലേ? മഞ്ഞക്കിളിയായിരുന്നു ഞാൻ എന്തിനാ വന്ന, എല്ലാം അറിയാലോ എന്നെ പറ്റി, ഇനി പറയേണ്ട ആവശ്യമില്ല. പവിഴമഴയേ നീ പെയ്യുമോ ഇന്നിവളെ. എല്ലാ പാട്ടും ഹസ്കി ആക്കാതിരിക്കുക എന്നുള്ളൊരു ആളാണ് ഞാൻ. കന്നിയയ്യപ്പനാം ഞാൻ. അപ്പൊ അച്ഛൻ പറയും പാദബലം നൽകി ദേഹബലം നൽകി ശരണമേ ഗണേ സ്വാമി. കൂടുതലും പ്രേമപ്പാട്ടിലല്ല, ഇല്ലാതെ പറ്റില്ല, പറ്റണ്ട. നീ ഹിമമഴയായി വരൂ ഹൃദയം അണിവിരലാൽ തോടൂ. ഞാൻ ഫിലിമിൽ വരാൻ കാരണം പുള്ളിക്കാരിയാണ്. അത് നല്ല ഒരു തീരുമാനം, അതൊരു മികച്ച തീരുമാനമായിരുന്നു. ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഈ ഹരിയെ കിട്ടില്ലായിരുന്നു. തൂവൽ നില തൂവെണ്ണില നീ എന്നില ഞാൻ നിന്നില നീ മായാത്തൊരൻ ജീവൻ നില. KS ഹരിശങ്കറാണ് നമുക്കിപ്പോൾ ഉള്ളത്. ഹായ് ഹരിശങ്കർ. ഹലോ. ആളുകളെയൊക്കെ പ്രേമിക്കാൻ പ്രേരിപ്പിക്കുന്ന ഗായകൻ, ഇതാണ് ഹരിശങ്കറിനെ കുറിച്ചുള്ളൊരു പൊതുവിലുള്ളൊരു പറച്ചിൽ. അത് എങ്ങനെയാ ആസ്വദിക്കുന്നത് ശരിക്കും? കേൾക്കുമ്പോൾ ഒരു സുഖമുണ്ട്. എല്ലാവരും ഒരേപോലെ പറയുന്ന കാര്യമാണ്. ആൺപെൺ വ്യത്യാസമൊന്നും ഇതിനകത്തില്ല. കണ്ണിൽ കണ്ണിൽ കനവലിഞ്ഞ കടലുപോലെ പ്രണയമായി എന്ന് പാടുന്ന സമയത്ത്, ഈ സുദിനം ആനന്ദമായി എന്ന് പറയുന്ന സമയത്തും നമ്മുടെ മനസ്സിനകത്ത് അനുഭവിക്കുന്ന ഒരു സുഖമുണ്ട്. ആ സുഖം ശരിക്കും പറച്ചിൽ വരില്ല, അത് പാടി തുടങ്ങാം. കണ്ണിൽ കണ്ണിൽ കനവലിഞ്ഞ കടലുപോലെ പ്രണയമായി ഈ സുദിനമാനന്ദമായി. കണ്ണിൽ കണ്ണിൽ കനവലിഞ്ഞ കടലുപോലെ പ്രണയമായി ഈ സുദിനമാനന്ദമായി. കാലം നമ്മിൽ വരട്ടെ. കാലം നമ്മിൽ തന്നൊരേ വരം
സുദീപ്തമി സ്വയംവരം സ്വപ്നം പോലിന്നീ സമാഗമം മനം മുഖം സുഹാസിതം ഉയിരുകളലിയുന്നുവോ മൂകിൽ കുടഞ്ഞ മാരിൽ ഇനി അനുരാഗമായി മധുരമറിഞ്ഞിടാൻ വിരലുകൾ കോർത്തിടാം അരികിലിരുന്നിടാം സദാ. വാവ്. വിശാലിനും ഒരു ഹാറ്റ്സ് ഓഫ്. അതേപോലെ സിന്ദൂരിയാണല്ലോ കൂടെ പാടിയത്. സിന്ദൂരി വിശാലിനും നല്ല നമസ്കാരം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന നിമിഷമാണ്. എത്ര നാളായിട്ട് ഈ മുതലിനെ കാത്തിരിക്കാമെന്നറിയാമോ? ഞാനത് പല ഇന്റർവ്യൂസിലും എന്റെ പേര് പറയുന്നത് കേട്ടിട്ടുണ്ട്. എനിക്കും ഒരു ആഗ്രഹം തോന്നി ഇദ്ദേഹത്തിന്റെ കൂടെ ഒന്ന് സംസാരിക്കണമല്ലോ. വരാൻ പറ്റിയില്ല. എന്തായാലും നമ്മളത് നേടിയെടുത്തു ആ ഒരു ദിവസം. സോ ഹാപ്പി ടു ബി ഹിയർ. വിദ്യാസാഗർ സാറിനോട് ഞാൻ ചോദിക്കുമ്പോൾ വാനം ചായും തീരം താരാട്ടും അതിനകത്ത് വിളി കേൾക്കുമെങ്കിൽ പൊന്നെ എന്ന് ചോദിക്കുന്നതിനിടയ്ക്ക് ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ ആ ഗ്യാപ്പ് ഉണ്ട്, ഞാനത് മനഃപൂർവ്വം ഇട്ടതാണ് എന്ന് പറയുന്ന സ്ഥലത്ത് സത്യത്തിൽ പൊന്നെ എന്ന് പറയുന്ന വിളി ക്രിഞ്ചായി പോവാത്തത് ഹരിശങ്കറിനെ പോലെ യങ്ങായിട്ടുള്ള ന്യൂജൻ ഒരു ഗായകൻ വന്ന് പാടിയതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ പൊന്നെ ശരിക്കും ഇപ്പൊ കളിയാക്കേണ്ട ഒരു സമയത്താണ്. പൊന്നെ എന്ന് പറയുന്ന വിളിയുണ്ടല്ലോ, അതങ്ങ് ഉള്ളിൽ പോകുന്ന വിളിയായിരുന്നു. ഈ പൊന്നെ എന്ന് വിളിപ്പിക്കാതെ ഞാനൊന്ന് വിടില്ല എന്നുള്ളത് വാസ്തവമാണ്. സത്യം പറഞ്ഞത് വിറച്ച് പൊന്നെന്ന് പാടിയതാണ്. വിദ്യാജിയെ പോലൊരാള് ഇതുപോലൊരു പാട്ട് പഠിപ്പിക്കുന്നു. ആ സമയത്ത് നമ്മൾ വാക്കൊന്നും ആലോചിക്കില്ല, ഇത് പൊന്നാണോ ഇനി വേറെന്തെങ്കിലും ആണോ. എനിക്കൊന്ന് ഞാൻ ഏറ്റവും കൂടുതൽ ആ പാട്ടിലൊരു ടേക്ക് എടുത്തത് ഈ പൊന്നെ പാടാൻ. അതായത് ആ പാട്ട് ഓൾമോസ്റ്റ് തീർന്നു. പക്ഷെ ഈ പൊന്നെ ഞാൻ എത്ര പാടിയിട്ടും അദ്ദേഹത്തിന് അങ്ങോട്ട് ഒക്കണില്ല. പൊന്നെടാ നീ അത് വിളിച്ചു പാട്, അങ്ങനെ പറഞ്ഞ് ഞാനൊരു 50 പൊന്നെങ്കിലും പാടി അന്ന്. അതിൽ നിന്ന് വൺ ഓഫ് ദി ബെസ്റ്റ് എടുത്ത് ഫിക്സ് ചെയ്തതാണ്. അപ്പൊ അദ്ദേഹത്തിനാണ് ആ ക്രെഡിറ്റ്. പൊന്നെ എന്ന് വെച്ചാൽ നമ്മളൊക്കെ ആൾക്കാരെ പൊന്നെ എന്ന് വിളിക്കാനുള്ള ശക്തി കൂടി. കാമുകി ആ സമയത്ത് നമ്മൾ ഈ പൊന്നേന്ന് വിളിക്കുള്ളൂ എന്ന് പറയുന്നത് ദൃഢപ്രതിജ്ഞ എടുക്കുന്നത് ഈ പൊന്നെ വിളി കേട്ടിട്ടാ. ഈ പൊന്നെ മലയാളികൾക്ക് വേണ്ടി തന്ന പൊന്നെ, ആ പൊന്നു പാട്. എനിക്കൊന്നൊരു പാട്ട് മാത്രം വെച്ച് ഇന്റർവ്യൂ ചെയ്യുന്നത് ആദ്യമായിട്ടായിരിക്കും. ഓരോ പാട്ടിന്റെ വേറെ വഴിയില്ല. നിങ്ങൾ മുമ്പിലിരിക്കുന്ന സമയത്ത് ഹരിശങ്കർ ഞാൻ എത്രത്തോളം എക്സൈറ്റഡ് ആണെന്ന് അറിഞ്ഞൂടാ. ചില സമയത്തൊക്കെ ഈ എക്സൈറ്റ്മെന്റ് കാണിക്കുന്ന സമയത്ത് ആളുകൾ ഇതിനകത്തൊരു ഡ്രാമാറ്റിക് ആയിട്ടുള്ള ഒരു സാധനമാണെന്ന് വരും. അങ്ങനെയല്ല. ഞാൻ പറഞ്ഞല്ലോ, ഹരിശങ്കറിന്റെ ഇന്റർവ്യൂ എടുക്കുന്നതിന് മുമ്പ് എനിക്ക് ടെൻഷൻ ഉണ്ട്. കാരണം എക്സ്പെക്ടേഷൻ ഭയങ്കര കൂടുതലാണ്. അപ്പൊ ഇനി പൊന്നെ പൊന്നെ രാപ്പളുങ്കിൻ തുള്ളി വീണ പായൽ പുഴയിൽ ചാഞ്ഞുലഞ്ഞ ചന്ദ്രബിംബം താനേ പൊലിഞ്ഞോ നാം തുഴഞ്ഞ നീർക്കുതുമ്പിൻ ഓമൽ പടിയിൽ നീ പറഞ്ഞ തേൻ കഥകൾ പാടേ മറന്നോ വിളി കേൾക്കുമെങ്കിൽ പൊന്നേ ഇനി ഏതു ദ്വീപിൻ കോണിൽ ഒരുപോലെ നമ്മൾ ചേർന്നു പാടും. മതിയോന്ന് ചോദിച്ചാൽ ഇതൊക്കെ ബ്രേക്ക് ചെയ്തോണ്ടല്ലോ ആൾക്കാർ എന്നെ ചീത്ത വിളിക്കും. വാനം ചായും തീരം താരാട്ടും കാലം മൂളും താരം കാതോർക്കും. ഇനി ഞാൻ പാടി കഴിഞ്ഞാൽ നിങ്ങളുടെ എപ്പിസോഡ് ഇങ്ങനെ നീട്ടി പോകേണ്ടി. ഈ പാട്ടിൽ ശരിക്കും സാറിന്റെ സൗണ്ടിങ് എന്ന് പറയുന്നത്, അതായത് ഒരു ആധുനികനാണ് സാറ്. വിദ്യാസാഗർ സാർ നമ്മുടെ കൂടെ കൂടിയിട്ട് ഒരുപാട് കാലമായി. പറന്നിറ പൊന്നിളക്കം ഒക്കെ പറയുന്ന സമയത്ത് നൊസ്റ്റാൾജിയ പറയുമ്പോഴും ഈ ആധുനിക കാലഘട്ടത്തിലെ സൗണ്ടിങ് കൊണ്ട് നമ്മൾ ഞെട്ടിച്ച പാട്ടുകളിൽ ഒന്നാണിത്. അല്ല, പഠിപ്പിക്കുന്നതാണെങ്കിലും സാറിന്റെ റെക്കോർഡിങ്സ് ഭയങ്കര സർപ്രൈസിങ് ആണ് എനിക്ക്. സാറ് ട്രാക്കൊന്നും അയച്ചു തരാറില്ല. നമ്മൾ അവിടെ ആ സ്റ്റുഡിയോയിൽ എത്തുമ്പോഴാണ് സോങ് കേൾക്കുന്നത്. ഞാൻ എപ്പോഴും സാറിന്റെ ട്യൂൺ അറിയാമല്ലോ, നമുക്ക് എപ്പോഴും ഒരു വാവ് ഫാക്ടർ സാറിൻ്റെ പാട്ടുകളുണ്ട്. ഓർക്കസ്ട്രേഷൻ ആണെങ്കിലും വരികൾ വെച്ച് പാടിച്ചതിന് ശേഷമാണ് നമ്മൾ ഇതിൻ്റെ എന്താണ് സൗണ്ടിങ് എന്നുള്ളത് കേൾക്കുന്നത്. ഇത് പഠിക്കുന്ന സമയത്ത് ഒരിക്കലും വിചാരിച്ചില്ല ഇത് ഇങ്ങനെയായിരിക്കും ഈ സോങ് എന്ന്.
അത് ആ സോങ് പ്ലേ ചെയ്തപ്പോഴാണ് ഓക്കെ ഒരു കിക്കില് അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതെ, അത് വേറെ ഒന്നും ഇല്ല അവിടെ. ഈവൻ നമ്മുടെ വോയിസ് വന്നതിന് ശേഷമാണ് ശ്രുതി തന്നെ വരുന്നത്. അപ്പൊ ഞാൻ എനിക്കൊരു സർപ്രൈസിങ് ആയിരുന്നു, ഇത് ഇങ്ങനെ ഒരു സോങ് അറ്റംപ്റ്റ് ചെയ്തിട്ടില്ല. മെലഡിയാണ്, പക്ഷെ ഭയങ്കര വോക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള പാട്ടാണ്. കമ്പോസിങ് നടക്കുകയായിരുന്നു. പാരലലി രാജീവ് നായർ എഴുതി, അദ്ദേഹം ഉണ്ടായിരുന്നു സ്റ്റുഡിയോയില്. ഇപ്പൊ ഇത്രയും പേടിയില്ല. എന്നാലും ആ സമയത്ത് വിദ്യാസാഗർ സാറിന്റെ കൂടെ ഒരു വർക്ക് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചൊരു വലിയ ഒരു മൈൽ സ്റ്റോൺ വർക്കാണ്. പക്ഷെ എന്നും എപ്പോഴും അതിന് മുമ്പ് പാടിയതായിരുന്നു. അത് കഴിഞ്ഞൊരു 1 വീക്ക് കഴിഞ്ഞിട്ടാണ് ഇതിന് വിളിച്ചത്. അത് പാടി ഒരു പാട്ട് കൂടി ഉണ്ട് ഹരി എന്ന് പറഞ്ഞിട്ടാണ് വിട്ടത്. അത് കൊള്ളാം. അതും ഗംഭീര പാട്ടായിരുന്നു സാറിന്റെ ഒരു അതിന്റെ 2 വരി പാടണം. നിലാവും മായുന്നു രാവേറെയായി ഒരേ കാന്തതാരം പോൽ നീക്കയായി തിരിഞ്ഞൊന്നു നോക്കി കുയിൽ യാത്രയായി തിരിഞ്ഞൊന്നു നോക്കി കുയിൽ യാത്രയായി ചിരാതായി പൊലിഞ്ഞല്ലോ നീ. ഹോ നിലാവും മായുന്നു രാവേറെയായി ഒരേ കാന്തതാരം പോൽ നീക്കയായി. എല്ലാ പാട്ടും പാടിച്ചിട്ടേ ശരിക്കും പറഞ്ഞാൽ ഇതിനിടയിൽ ഒരു കാര്യം പറയാനുള്ളത്, ശരിക്കും നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല കാലത്തിലൂടെ പോകുമ്പോഴാണ് ഔസേപ്പച്ചൻ സാറ് വിളിക്കുന്നത്. ശരിക്കും ഫസ്റ്റ് ബ്രേക്ക് നല്ല കാലത്തൊന്നും അല്ല, മോശകാലത്തൊന്നും ഏത് തരത്തിലാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ശരിക്കും ഗാഥ കൂടെ വരുന്നൊരു ടൈമാണ് ആ സമയം. അപ്പോ അത് നല്ല കാലമാണ്. ഗാഥ എപ്പിസോഡ് കൊണ്ടുവരാം. ഗാഥ ഇവിടെ ഇരിപ്പുണ്ടോ കേട്ടോ, എങ്ങനെയെങ്കിലും ക്യാമറയെ കാണിക്കാൻ പറ്റുമെങ്കിൽ കാണിക്കാം. അപ്പോ ഈ ഗാഥ ആ സമയത്താണ് വരുന്നത്. ഈ ഗാഥ ഇത്തരത്തിൽ ഓർക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ കവിളിണെങ്കിൽ അത് തീരം തേടുവോളോ ഒക്കെ നമ്മുടെ മനസ്സിനകത്ത് നിൽക്കുമ്പോൾ അതിലൊരു ഗാഥ ഔസേപ്പച്ചൻ സാറിന്റെ അടുത്ത് എത്തുന്നു. ആ കഥ ഹരിശങ്കർ പറയുമ്പോഴും ഒക്കെ ഗാഥ എന്ന് പറയുന്ന കഥ കേൾക്കുമ്പോൾ തന്നെ നമ്മൾ കുറെ പാട്ടുകൾ ആലോചിക്കും, MG ഓർക്കും. അപ്പോൾ അതിന്റെ കൂട്ടത്തിൽ ആ കഥയുടെ എക്സ്റ്റൻഷൻ പോലെയാണ് ഹരിശങ്കർ വരുന്നത്. അപ്പൊ ആദ്യത്തെ പാട്ട് പാടുന്ന എക്സ്പീരിയൻസും ആ സമയത്തുള്ള പ്രണയവും ഒക്കെ നമ്മൾ ആവർത്തിച്ച് കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. അത് പറയൂ സാറിന്റെ അടുത്തേക്ക്. ഞാൻ സാറിന് കീപ്പ് ചെയ്യാൻ കുറച്ച് ഡെമോസ് ചെയ്തിരുന്നു. എൻ്റെ കസിൻ ബ്രദർ രാജേട്ടനാണ് സാറിന് ഇങ്ങനെ അയച്ചു കൊടുക്കുന്നത്. അങ്ങനെ സാറ് കേട്ട ഉടനെ ഇങ്ങനൊരു സോങ് ഉണ്ട്. അപ്പോൾ എനിക്ക് അതിനു മുമ്പ് ഒരു എക്സ്പീരിയൻസും ഇല്ല. ഈ പറഞ്ഞ പോലെ ഫിലിമിലോട്ട് ഒരു ചിന്ത ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അതിനു വേണ്ടി ഹെൽപ്പ് ചെയ്യാനോ അങ്ങനെ നിനക്ക് കുറച്ച് പടങ്ങളുണ്ട് അങ്ങനെ അങ്ങനെ ഒരു ഓഫറോ അങ്ങനെ ഒന്നാമത് നമുക്ക് കിട്ടാറില്ല. അപ്പോൾ ആ സമയത്താണ് എനിക്ക് സാറും ഷാനുക്കയും ഇവർ രണ്ടുപേരും ഒരേ സമയത്താണ് എന്നെ വിളിക്കുന്നത്. ഷാൻ റഹ്മാനും ഹൗസൈൻ സാറിൻ്റെ ആണ് ആദ്യം പാടിയത്. അത് ഒരു മറക്കാത്ത ഒരു ഡേ ആയിരുന്നു. കാരണം എൻ്റെ ഫസ്റ്റ് സോങ് എങ്ങനെ ഒരു പാട്ട് പാടണമെന്ന് പഠിപ്പിച്ച് തരുന്ന ഹൗസൈൻ സാറാണ്, എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളത്. സാറിൻ്റെ ഒരു വലിയ ലെസൺ ആയിരുന്നു ആ ഒരു റെക്കോർഡിങ്. ചെന്നൈ വെച്ചിട്ടായിരുന്നു അത്. ഇപ്പോഴും ഭയങ്കര മഴയൊക്കെ ആയിട്ട് ഞാൻ സാർ ഒരു കുടയൊക്കെ പിടിച്ചാണ് റെക്കോർഡിങ് കഴിഞ്ഞ് ഇങ്ങനെ നടന്നു പോകുന്നത്. മറക്കാൻ പറ്റാത്തൊരു ഡേ ആയിരുന്നു. കഴിഞ്ഞ് ഗാഥ എപ്പോഴാണ് വിളിച്ചത്? ഈ ഗാഥ അപ്പം തന്നെ വിളിച്ചു. കാരണം ഞങ്ങള് കോളേജിൽ പഠിക്കുന്ന സമയത്താണ് ഞാനിത് പാടുന്നത്. 3rd ഇയർ ഒക്കെ ആയിരുന്ന സമയത്ത് ഞാൻ ആദ്യം വിളിക്കുന്ന ഗാഥയാണ്. പിന്നെ എൻ്റെ അമ്മയും വിളിച്ചു. സോങ് കഴിഞ്ഞു, നന്നായിട്ട് കുഴപ്പമില്ലാന്ന് തോന്നുന്നു, പുള്ളിക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ് വിളിച്ചിരുന്നു. ഒരു ഹാപ്പിനെസ് ഷെയർ ചെയ്തായിരുന്നു. പക്ഷെ ഒരിക്കലും വിചാരിച്ചില്ല ഇതായിരിക്കും എൻ്റെ ഫീൽഡ് എന്നൊന്നും അന്നങ്ങനെ ചിന്തിച്ചിരുന്നില്ല. പക്ഷെ ഈ പറഞ്ഞതുപോലെ എല്ലാം അങ്ങനെ സംഭവിക്കുമായിരുന്നു. ആ സമയത്ത് ഭയങ്കര റൊമാൻറ്റിക് ആയിരുന്നു ആളെന്നുള്ളത് അമ്മ രവി മേനോന്റെ ഇന്റർവ്യൂവിൽ പറയണം. അത് അമ്മ ചുമ്മാ ഇങ്ങനെ ഞാൻ അമ്മയുടെ അടുത്ത് കഴിയുന്നത് ഞാൻ അങ്ങനത്തെ ഇന്റർവ്യൂസിന് പോയിരിക്കാറില്ല. പിന്നെ അവര് പറയുമ്പോൾ ഞാൻ കേട്ടോണ്ടിരിക്കാറ് നമുക്ക് പണി ഉള്ളൂ. അന്ന് നല്ല പണിയായിരുന്നു. അമ്മമ്മയും കൂടെ നന്നായി. ഞാൻ ആ ഇന്റർവ്യൂ ആയിരുന്നു അവസാനം എടുത്ത ഇന്റർവ്യൂ. പിന്നെ ആ ക്ഷീണം കഴിഞ്ഞ് ഇപ്പോഴാണ് വരുന്നത്. അത് പക്ഷെ നല്ല ഇന്റർവ്യൂ ആയിരുന്നു. അതായത് ഹരിശങ്കർ അതിനകത്ത് ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇങ്ങനെ അല്ലാതെ എന്ത് ചെയ്യാൻ, നമുക്ക് ഇവിടെ ആകുമ്പോ പിന്നെ ശബ്ദം ഒക്കെ സംസാരിക്കാം. മറ്റേത്
എന്തെങ്കിലും പറയാൻ നമുക്ക് പറ്റില്ല, അത് കഴിഞ്ഞ് കിട്ടും. ഈ അമ്മമ്മ ശരിക്കും ഗുരുവായിരുന്ന സമയത്ത് ഈ രാവിലേക്ക് വിളിക്കുമെന്ന് പറഞ്ഞില്ലേ, 2:30-ക്കൊക്കെ വിളിച്ച് എണീപ്പിക്കുമെന്ന് പറയില്ലേ, അത് കഴിഞ്ഞിട്ട് പിന്നീട് ഇത് നമ്മൾ കാര്യമായിട്ട് എടുത്തു തുടങ്ങിയല്ലോ. അപ്പം ആദ്യമൊക്കെ ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നിരിക്കും, കുട്ടിയല്ലേ. അത് കഴിഞ്ഞിട്ട് ഇത് നന്നായി എന്ന് തോന്നുന്ന ഒരു അവസരം ഉണ്ടാവുമല്ലോ. കച്ചേരികൾ ചെയ്യുമ്പോഴത്തേക്കും നന്നായി എണീറ്റതെന്ന് തോന്നും. കാരണം പഠിക്കുന്ന ഒരു കാലം അതായിരുന്നു. ഇപ്പൊ അത്രയൊന്നും സത്യം പറഞ്ഞാൽ പഠിക്കുന്നില്ല. ആ ഒരു ടൈമില് ഒരു രാഗത്തിലും 4 കീർത്തനമൊക്കെ വെച്ച് അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് അമ്മമ്മ ഇരുത്തി പഠിപ്പിക്കുമായിരുന്നു അച്ഛനും. എന്നെ സംബന്ധിച്ച് അതാണ് എനിക്കുണ്ടായ ഒരു ഭാഗ്യം. എനിക്കൊരു ഗുരുവിനെ തപ്പി നടക്കേണ്ടി വന്നിട്ടില്ല. എൻ്റെ വീട്ടിൽ തന്നെ അതിൻ്റെ ഏറ്റവും വലിയ ആൾക്കാർ അമ്മമ്മയും അച്ഛനും ഒക്കെ ടീച്ചേഴ്സാണ്. ശരിക്കും അവർ കോളേജിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സായിരുന്നു. അപ്പം അവർക്ക് തിയറിറ്റിക്കലിയും പ്രാക്ടിക്കലിയും എല്ലാം നമുക്ക് പറഞ്ഞുതരാൻ ഇതിലും മികച്ച ഗുരുക്കന്മാർ എന്നെ സംബന്ധിച്ച് കേരളത്തിലില്ല. അന്നൊക്കെ എണ്ണിക്കാൻ പാടായിരുന്നു. 2:30-ക്കൊക്കെ പിടിച്ച് പൊക്കി എണീപ്പിക്കുമായിരുന്നു. ഒരു കുട്ടികളും ചെയ്യാത്ത കാര്യങ്ങളായിരുന്നു ആ സമയത്ത് ചെയ്യുന്നത്. കളിക്കേണ്ട പ്രായത്തിൽ ഈ പറഞ്ഞ പോലെ ഇതായിരുന്നു, കുറവായിരുന്നു ബാക്കി എൻ്റർടൈനിങ് കാര്യങ്ങളൊക്കെ. പക്ഷേ പിന്നീടൊരു കാലത്ത് ഇപ്പോഴും ആലോചിക്കുമ്പോൾ അന്ന് അത് ചെയ്തത് കൊണ്ട് കുറേ കാര്യങ്ങൾ ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ട്. പാട്ടിൻ്റെ ബ്രേക്കായി കൈലാസ് മേനോൻ, ജീവാംശമായി ഇല്ലാതെ ഒരു പരിപാടിയില്ല. PK ഹരിനാരായണനെ ഓർക്കുമ്പോൾ തന്നെ ശരിക്കും ഈ പാട്ടും കൂടെ PKയുടെ പേരുണ്ട്. പുള്ളിയുടെ ആദ്യത്തെ സ്റ്റേറ്റ് അവാർഡ് ഞാനാണ് മേടിച്ചു കൊടുത്തത്. അപ്പോൾ നമുക്ക് ജീവാംശമായി പാടിയിട്ട് ബാക്കി അതിൻ്റെ കഥ പറയാം. ഓക്കെ. ജീവാംശമായി താനേ നീ എന്നിൽ കാലങ്ങൾ മുന്നേ വന്നു, ആത്മാവിനുള്ളിൽ ഈറൻ തൂമഞ്ഞായി തോരാതെ പെയ്തു നീയേ, പൂവാടി തേടി പറന്നു നടന്ന ശലഭമായി നിൻ കാൽപ്പാടു തേടി അലഞ്ഞു ഞാൻ, ആരാരും കാണാ മനസ്സിൻ ചിറകിലൊളിച്ച മോഹം പൊൻപീലിയായി വളർന്നീതാ, മഴ പോലെ എന്നിൽ പൊഴിയുന്നു നേർത്ത വെയിലായി വന്നു മിഴിയിൽ തൊടുന്നു പതിവായി നിന്നനുരാഗം, ഒരു കാറ്റുപോലെ പുണരുന്നു നെഞ്ചിൽ നിള പോലെ കൊഞ്ചി ഒഴുകുന്നിതെന്നും അഴകേ ഈ അനുരാഗം. ഓ, ഇത് കഴിഞ്ഞിട്ടൊരു സാധനം. ഈ പാട്ട് ശരിക്കും ഹരിശങ്കർ പാടുന്ന സമയത്ത് എന്നെ ഇഷ്ടപ്പെടുന്ന പെങ്കുച്ച് ആവർത്തിച്ച് ഹരിശങ്കറിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. അല്ല, തള്ളണോ കൊള്ളണോ എന്ന് അറിയാത്തൊരു അവസ്ഥയിലാണ്. കാരണം ഇയാള് ഹരിശങ്കറിനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. അവസാനം ഞാൻ നോക്കിയപ്പോ തള്ളിക്കളഞ്ഞിട്ട് ഒരു കാര്യമില്ല, കൊള്ളുകയെ വഴിയുള്ളൂ. പിന്നെ എന്ത് ചെയ്യാന്നറിയാമോ, ഈ ഹരിശങ്കറിനെ കുറിച്ച് ഞാൻ അങ്ങോട്ട് പറയാൻ തുടങ്ങി. അപ്പൊ പിന്നെ പ്രശ്നമില്ല, അങ്ങോട്ട് ഇന്റർവ്യൂ തുടങ്ങി. അല്ല, ചിലവര് പറയാറുണ്ട്, ഈ ഇടയ്ക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ഇപ്പൊ ഞാനിരുന്ന് ചുമ്മാ അടിക്കുകയല്ല തള്ളു, എടാ നമുക്കൊരു ഫോട്ടോ ഉടനെ എടുക്കണം എന്ന് പറഞ്ഞു. അവനെ എനിക്ക് നല്ല പരിചയമുണ്ട്. ഞാൻ എന്താടേ, ഇല്ല എൻ്റെ മാട്രിമോണിയിൽ കുറച്ച് സ്റ്റക്കായിട്ട് നിൽക്കുക, നിന്റെ ആ ഫോട്ടോ കിട്ടിയിട്ടൊന്ന് സെറ്റ് ആക്കായിരുന്നു. അങ്ങനെ ചില മെസ്സേജസ് ഒക്കെ വരാറുണ്ട്, ചേട്ടാ എനിക്കൊരു 2 വരി ഒന്ന് പാടി വെച്ചു തരാം, ഒന്ന് ഇംപ്രസ് ചെയ്യണം. ഞാൻ പതുക്കെ രാവിലെ അങ്ങനെ തുടങ്ങും, അല്ലെങ്കിൽ പിന്നെ നീങ്ങിക്കളയും അതൊക്കെ. അല്ല, ഈ കുറേ ആരാധകർ കൂടുതലാണ്. ഇത് എങ്ങനെ ഗാഥ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു എന്നുള്ളത് ഗാഥയുടെ അടുത്ത് ചോദിക്കണം. പക്ഷെ എങ്കിലും ഹരിശങ്കർ പറയൂ. ഇല്ല, അയ്യോ, അത് എനിക്ക് അതാണ് എൻ്റെ ഒരു ഭാഗ്യം. അതാണ് ശരിക്കും പറഞ്ഞാൽ എവിടെ പോയാലും കുറച്ച് പേര് തിരിച്ചറിയാനും അപ്രീഷിയേറ്റ് ചെയ്യാനും ഉള്ളത് നമുക്ക് കിട്ടുന്നൊരു ഭാഗ്യമാണ്. അങ്ങനെയൊന്നും ചെറിയ രീതിയിൽ അല്ലല്ല, ഞാൻ കാര്യമായിട്ട് പറയാം, ഞാൻ അതിലോട്ട് പറയട്ടെ. അത് ശരിക്കും ഞാൻ ആദ്യമൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുമായിരുന്നു. എവിടെയെങ്കിലും പോകുമ്പോൾ നമ്മൾ ആരെങ്കിലും ഒന്ന് പാട്ട് കേൾക്കാറുണ്ടെന്ന് പറയുന്നു. കാരണം നമുക്ക് കിട്ടുന്ന ഒരു അവാർഡാണത്. ഒരാൾ വന്ന് നമ്മുടെ അടുത്ത് നന്നായി പാട്ട് നന്നായിട്ടുണ്ട്, കേൾക്കാറുണ്ട്, രാത്രി കേട്ടിട്ടാണ് കിടക്കാറുള്ളത്, അല്ലെങ്കിൽ ഞാൻ പാടി കൊടുക്കാറുണ്ട്. ഇപ്പോൾ പറഞ്ഞില്ലേ, ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് യെസ് നൈസ്, കൊള്ളാം. ഇതൊരു ശരിക്കും പറഞ്ഞാൽ അതാണ് നമ്മളെ സംബന്ധിച്ചൊരു ഊർജം. പിന്നെ അതൊക്കെ ഒരു സന്തോഷമേ ഉള്ളൂ. എത്ര ആൾക്കാർ വന്ന് നമ്മളെ പറഞ്ഞാലും ഞാൻ നിന്ന് കൊടുത്ത് കേൾക്കാറുണ്ട്, അല്ലാതെ അവിടെ തിരക്കൊന്നും പിടിക്കാറില്ല. മാരിവില്ലിൻ ഗോപുരങ്ങള് സാറ് വിദ്യാസാഗർ സാറ് ചെയ്തപ്പോൾ അതിനകത്തൊരു പാട്ട് പാടിയിട്ടില്ലേ, അതിൻ്റെ ഒരു 2 വരിയും കൂടെ പാടുമോ? ഓ, ഞാൻ ആദ്യമായിട്ടാ പാടുന്നത്. അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട്. പോകാതെ ഈ നിലാരാവ് തീരാതെ
വീഴുമീ മഞ്ഞു തോരാതെ പൊന്നെ എന്നെ വിട്ട് പോകാതെ. കളർഫുൾ പടമായിരുന്നു അത്. എന്ന് വെച്ചാൽ ഭയങ്കര കളർ ആ കോമ്പിനേഷൻസ്. പാട്ട് ശരിക്കും കുറച്ചും കൂടിയൊക്കെ ഒന്ന് വൈഡായിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. കാരണം അത് കുറെ തിരക്കിൽ ഇങ്ങനെ പെട്ടുപോയി തോന്നാറുണ്ട്. അത് സിനിമ ശ്രദ്ധിക്കാതെ വരുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. എങ്കിലും ഞങ്ങളൊക്കെ ഹരിശങ്കറിന്റെ ആരാധകരെ ഞങ്ങൾ ഫോളോ ചെയ്ത പാട്ടുകളാണ്. ഇതിനകത്ത് പൂക്കൾ പൂക്കൾ പോവാം. ഈ പൂക്കൾ പൂക്കളിന്റെ ഒറിജിനൽ സാധനം ഒരു 119 മില്യനാണ് പോയിക്കുന്നത്. ഒരു 9 വർഷം എടുത്തിട്ടുണ്ട്. നിങ്ങളുടെതെന്ന് പറഞ്ഞാൽ 50 മില്യൺ പോയിക്കുന്ന 6 വർഷം കൊണ്ടാണ്. മിക്കവാറും അതിനെ കവർ ചെയ്യാൻ തോന്നി ഈ ഒരു വർഷത്തിന്റെ കണക്ക് വെച്ച് നോക്കും. ഇപ്പോഴും ആൾക്കാർ പറയുന്നുണ്ട് ഫിലിം സോങ്സിനേക്കാൾ ഇഷ്ടം ആ സോങ്. ഒരു കമന്റും കൂടെ ഞാൻ പറഞ്ഞോട്ടെ. ഈ പാട്ടിനെ കുറിച്ച് ഇന്ന് ഇവിടെ സംസാരിക്കുമ്പോൾ ഓഫീസിൽ ഒരു പെങ്കൊച്ച് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ആ പാട്ടെടുത്ത് ഇങ്ങനെ ചെവിയിൽ വെച്ചിട്ട് പറഞ്ഞു, ഈ പാട്ട് കേട്ട ആ ചെക്കനെ പ്രേമിച്ചു. കുട്ടി എവിടെ? കുട്ടി മുകളിൽ തന്നെ നിൽക്കട്ടെ, ഗാഥയുണ്ട് ഇങ്ങോട്ട്. അപ്പൊ നമുക്കിനി പൂക്കൾ പൂക്കും നമുക്കുണ്ടാവുന്ന എന്താണ് ഇതെന്ന് പറയാൻ പറ്റും. താങ്ക് യു സോ മച്ച്. അതിന്റെ പ്രോഗ്രാമിങ്ങും മിക്സിംഗ് ഒക്കെ ഞാൻ തന്നെയാണ് ചെയ്തത്. അന്ന് ഈ ബഡ്ജറ്റ് ഇല്ലാത്തതുകൊണ്ട് എല്ലാം ഞാൻ തന്നെ ചെയ്യേണ്ടി വന്നു. പൂക്കൾ പൂക്കും തരുണം ആരുയിരേ பார்த்ததாருமில்லை, புலரும் காலை பொழுதை முழுமதியும் பிரிந்த போவதில்லை, நேற்று வரை நேரம் போதவில்லையே உனதருகே நேரம் போகவில்லை, எதுவும் பேசவில்லையே இன்று ஏனோ எதுவும் தோன்றவில்லை, இது எதுவோ இரவும் விடியவில்லை, அது விழுந்தால் பகலும் முடியவில்லை, பூந்தளிரே தாரதோம் ததர தாரதோம் ததர தாரதோம் தரதாரோம் தாரதோம் ததர தாரதோம் ததர தாரதோம் தரதாரோ. എന്റെ പ്ലേലിസ്റ്റിലെ എല്ലാ പാട്ടും സന്തോഷമായാലും പാട്ടാണ് ഇത്. എന്ത് രസമുള്ള പാട്ടാണല്ലേ. എനിക്ക് തോന്നുന്നു എവർഗ്രീൻ ആണ്. ഞാൻ അദ്ദേഹത്തെ മീറ്റ് ചെയ്തപ്പം എനിക്ക് കിട്ടിയ ആദ്യത്തെ കമന്റ് ഇറ്റ്സ് ബെറ്റർ ദാൻ ഒറിജിനൽ എന്നുള്ളൊരു കമന്റ് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് കിട്ടി. അത് എന്റെ ലൈഫിൽ എനിക്ക് ഇനി എത്രയൊക്കെ കമന്റ്സ് വന്നാലും അതെ 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 എനിക്ക് ഞാൻ വിചാരിച്ചു അത് എല്ലാവരും ഒന്ന് കേട്ടിരുന്നെങ്കിൽ സന്തോഷമായ. ഈ സാധനം ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. അതെ ഞാൻ പറഞ്ഞിട്ടില്ല, അത് സ്വന്തമായിട്ട് പറയുന്നത് തള്ളല്ലേ, അതുകൊണ്ട്. പക്ഷെ ഫസ്റ്റ് ടൈം ഞാൻ മീറ്റ് ചെയ്തപ്പം അദ്ദേഹം പറഞ്ഞൊരു ഇത് ഇതാണ്, ഇറ്റ്സ് ബെറ്റർ ദാൻ ഒറിജിനൽ ബ്രോ, ബട്ട് നെവർ ഐ കാണ്ട് എഗ്രി. കാരണം അതിന്റെ ഒറിജിനൽ വേറൊരു ലെവലിലാണ് അതിന്റെ ഓർക്കസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഞാൻ വളരെ ഒരു സിമ്പിൾ മോഡിൽ അതെങ്ങനെ കേൾക്കുമ്പോൾ ഒരു സ്ലോ വേർഷൻ എന്നുള്ളൊരു രീതിയിൽ, ഒരു ലോഫൈ വേർഷൻ എന്നുള്ള രീതിയിലാണ് ചെയ്തത്. ബട്ട് ആ ഒരു ക്രെഡിറ്റ് അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയപ്പോൾ ഭയങ്കര ആ ഒരു ചെയ്തതിന്റെ വർക്ക് ചെയ്തതിന്റെ ഒരു ഒരു ഇപ്പോഴാണ് പരിസമാപ്തി എത്തിയതെന്നുള്ളൊരു ഫീൽ ഉണ്ടായിരുന്നു. ഇന്ന് കേട്ട ഏറ്റവും നല്ല കാര്യം ഇതാണ് പറയുന്നത്. ഇതിവിടെ പറഞ്ഞില്ലേ, എന്നെ സംബന്ധിച്ചും അത് ഞാനും ഭയങ്കരമായിട്ട് താങ്ക് യു സാർ, ഇത് മതി സാറ് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം കമ്പോസർ പറയുന്നതിന്റെ അപ്പുറം ഒന്നും ഇല്ലല്ലോ. അതുപോലെ ഇത്ര ഹിറ്റായ ഒരു പാട്ട് നമ്മളെടുത്ത് പെരുമാറുമ്പം ശ്രദ്ധിച്ച് ചെയ്യണം. ചിലവരത് നന്നായിട്ടുണ്ടെന്ന് പറയും, ചിലവരത് ഒറിജിനലിനെ നശിപ്പിച്ചു എന്ന് പറയാറുണ്ട്. പക്ഷേ ഫ്രം ദ കമ്പോസർ ഐ ഗോട്ട് ദി ക്രെഡിറ്റ്. സോ അതാണ് ഏറ്റവും വലുത്. ഈ പവിഴമഴ ഉണ്ടാക്കി തന്നൊരു മൈലേജ് ഉണ്ട്. ഒരുപക്ഷെ ഈ നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ റൊമാൻറ്റിക് സോങ്ങുകളുടെ കൂട്ടത്തിൽ പവിഴമഴ ഒരു പ്രത്യേകതയായിട്ടാണ് ഇപ്പോഴും നിൽക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ആ ശ്രേണിയിലെ കുറേ ഹരിശങ്കർ പാട്ടുകളുണ്ട്. ആ ഹരിശങ്കർ പാട്ടുകളെ ലീഡ് ചെയ്തൊരു പാട്ടായിട്ട് പവിഴമഴ എപ്പോഴും നിൽക്കുന്നുണ്ട്. തീവണ്ടിക്ക് ഇത്രയും പോപ്പുലാരിറ്റി കിട്ടിയിട്ടുണ്ട്. പക്ഷേ അങ്ങനെ പവിഴമഴയെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല. ഈ നമ്മളിപ്പോൾ BK ഹരിനാരായണനെ പറയും പോലെയാണ് വിനായകന്റെ ഒരു ട്രംപ് കാർഡ് പാട്ടാണ്. ഞാനിപ്പോഴും പറയടാ. പക്ഷെ അവൻ ആ റെക്കോർഡിങ്ങിന് വന്നിരുന്നു. സാധാരണ ലിറിസിസ്റ്റുകൾ അങ്ങനെ എല്ലാ റെക്കോർഡിങ്സിനും വരാറില്ല. പക്ഷെ വിനായക ജയഹരിച്ചേട്ടൻ്റെ കൂടെ ഉള്ള പാട്ടുകൾക്ക് മിക്കവാറും വരാറുണ്ട്.
അതെന്താന്ന് പറഞ്ഞോളൂ, അവനറിയായിരിക്കും ഹിറ്റ് ആവാൻ ചാൻസ് ഉള്ള പാട്ടാണ്, പോയി നിന്നേക്കാന്നുള്ളത്. പക്ഷെ വിനായകൻ വന്ന് ഞാൻ അന്നാണ് ആദ്യമായിട്ട് വിനായകനെ മീറ്റ് ചെയ്യുന്നത്, റെക്കോർഡിങ്ങിൻ്റെ അന്ന്. പക്ഷെ ജയഹരി ചേട്ടൻ്റെ അദ്ദേഹം ഒരു വലിയൊരു കമ്പോസറാണ്, ഒരു ഗ്രേറ്റ് കമ്പോസറാണ് ശരിക്കും പറഞ്ഞാൽ. നല്ല ട്യൂൺ ഇത്രയും ക്രിയേറ്റ് ചെയ്യാൻ കഴിവുള്ള കുറച്ച് മ്യൂസിക് ഡയറക്ടേഴ്സേ ഉള്ളൂ. അപ്പോൾ അതിൽ ഞാൻ അങ്ങനെയാണ് കൺസിഡർ ചെയ്യുന്നത്. ജയഹരി ചേട്ടൻ്റെ ട്യൂൺ ഭയങ്കര, ഇപ്പം ഞാൻ പാടിയ ശ്വാസമയാണെങ്കിലും 2 പാട്ടേ പാടിയിട്ടുള്ളൂ, പിന്നെ ഒരു പാട്ടും പാടി കിടക്കും. അപ്പോൾ അത് രണ്ടും ഭയങ്കര ഒരു റെഫറൻസ് ഇല്ലാന്ന് മനസ്സിലാവും നമുക്ക് പാടുമ്പോഴേ. അതൊരു ജെനുവിൻ ട്യൂണാണിത്. ആ ട്യൂൺ ഒരിടത്തുനിന്നും ഇത് അതിൽ നിന്ന് എടുത്തതാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇൻസ്പയറിങ് എന്നൊന്നും ഹി വോണ്ട് ടെൽ. അത് ഹരി ഇത് നല്ല സോങ്, ഇത് കേട്ടിട്ട് നോക്ക്, നിനക്ക് പാടാൻ പറ്റുമോ എന്ന് നോക്ക്, ഇതാണ് ആദ്യം പറയുന്നത്. ഞങ്ങളുടെ ആ ഒരു 3 പേരുടെയും കോമ്പിനേഷൻ എപ്പോഴും ഭയങ്കര രസമായിട്ട് ഞാൻ കാണാറുള്ളൊരു കോമ്പിനേഷനാണ്, വിനായകും ജയഹരി ചേട്ടനും ഞാൻ. അപ്പോൾ ഇനി പവിഴമഴ. ദൂരെ ഒരു മഴവില്ലിന്നേഴാം വർണ്ണം പോൽ തൂവൽ കവിളിണയിൽ നിന്മായാലാവണ്യം, ഇന്നിടവഴിയിൽ നിന്നോമൽ കാൽത്താളം, നീയാം സ്വരജതിയിൽ ഈ മൗനം വാചാലം, സാന്ധ്യരാഗങ്ങളേറ്റുപാടുന്നു ഭൂമിയും വാനവും, സാക്ഷിയായി ഭാവുകങ്ങളേകുന്നു ശ്യാമമേഘങ്ങളും. പവിഴമഴയേ നീ പെയ്യുമോ ഇന്നിവളെ, നീ മൂടുമോ വെൺപനിമതിവളിലെ മലരൊളി അഴകിലെ നാളങ്ങളിൽ, എൻ കനവുകൾ വിതറിയ താരകങ്ങളെ കാണുവാൻ കാത്തു ഞാൻ. ഇതിങ്ങനെ ഒരൊറ്റ അടിക്ക് പാടിയില്ലെങ്കിൽ പിന്നെ പോക്കാം. സൂപ്പർ, താങ്ക് യു. ഈ നമ്മളിടയ്ക്ക് ജോൺസൺ മാഷിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിനെ കുറിച്ച് പറഞ്ഞ പോലെ ജോൺസൺ മാഷിൻ്റെ മായാമയൂരം നിങ്ങൾ പാടുന്നത് എനിക്ക് ഭയങ്കര രസമാണ്. MG അത് നന്നായിട്ട് പാടിയിട്ടുണ്ട്, പക്ഷേ നിങ്ങൾ പാടുമ്പോഴത്തേക്ക് നമ്മൾ അതേ കുടുംബത്തിലെ ഒരാൾ തന്നെ പാടുന്നു എന്നുള്ളൊരു ഫീൽ ഉണ്ട്. നന്നായിട്ട് പാടുന്നുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ്. അപ്പോൾ അത് പാടിയിട്ട് നമുക്ക് പോവാം. മായാമയൂരം പീലി നീർത്തിയോ ആശാമരാണം, താളമേകിയോ പ്രിയമാനസം, ഭാവാർദ്രമായി നവരാഗഭാവനയിൽ, മായാമയൂരം പീലി നീർത്തിയോ ആശാമരാണം, താളമേകിയോ. പുള്ളിയുടെ വ്യത്യസ്തമായ പാട്ടുകളിലും അതെ അതെ, ഭയങ്കര സുഖമാണ്. ജോൺസൺ മാഷിന്റെ എനിക്ക് ആ കാലത്ത് താത്തയെ പോലെ അല്ലെങ്കിൽ താത്തയുടെ ഒപ്പം എനിക്ക് അല്ലെങ്കിൽ ഒരു പടി മേളിൽ ഇഷ്ടപ്പെട്ടുന്ന പാട്ടുകളായിരുന്നു ജോൺസൺ മാഷിന്റെ. അത്രയും വേഴ്സറ്റൈൽ ആയിട്ടുള്ളൊരു കമ്പോസർ ആയിരുന്നു. അമ്മ എപ്പോഴും പറയും, നീ ജോൺസൺ മാഷിന്റെ ഒരു പാട്ട് നിനക്ക് പാടാൻ പറ്റിയില്ലല്ലോ. രവീന്ദ്രൻ മാഷും ജോൺസൺ മാഷും ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ നിങ്ങൾ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നതാണ്. അതെ, അമ്മയൊക്കെ ഭയങ്കര ആഗ്രഹിക്കുന്നു, ചേട്ടാ ഇങ്ങനത്തെ പാട്ടൊക്കെ നീ പാടാം, ഇപ്പൊ തന്നെ കിട്ടിയൊന്നും ഭാഗ്യമുണ്ടായിരിക്കും. അത് ഇപ്പൊ കിട്ടുന്ന പാട്ടുകൾ വേറെ ലെവൽ പാട്ടുകളാണ്, നല്ല പാട്ടുകളൊക്കെ. അതെ, അവരൊക്കെ ലെജൻസ് ആയിരുന്നു. പക്ഷെ ഈ കാലം മാറി വരുമ്പോൾ നമുക്ക് അവർ ആ കാലഘട്ടത്തിൽ ലെജൻഡ് ആവും. ഇപ്പൊ ദേവരാജ് മാസ്റ്ററൊക്കെ കടന്നാണല്ലോ ഇവരൊക്കെ വന്നത്. പക്ഷെ എന്നിട്ടും ഈ കാലഘട്ടത്തിൽ ഈ പാട്ടുകളൊക്കെ ഇത്രയും നന്നായിട്ട് നിൽക്കുന്നത് ഇപ്പോഴത്തെ മ്യൂസീഷ്യന്മാരും സൂപ്പറാണെന്നുള്ളതാണ്. ഹരിശങ്കർ ശരിക്കും ഈ കാലത്തിന് യോജിക്കുന്ന ഒരു ഗായകൻ കൂടിയാണ്, മനസ്സിലായോ? കാരണം യങ്സ്റ്റേഴ്സിനെ ഭയങ്കരമായിട്ട് കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട്, ഇല്ലെങ്കിൽ ഇൻസ്റ്റയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഹരിശങ്കറിന്റെ ആരാധകരുടെ ഒരു കൂട്ടം തന്നെ ആയിരിക്കും. അപ്പൊ യൂട്യൂബിൽ ഇപ്പൊ നമ്മളെ പോലെയുള്ള ഈ വസന്തങ്ങളൊക്കെ വന്നിട്ട് ഹരിശങ്കർ ഇഷ്ടപ്പെടുന്നത് അവസ്ഥയാണ്. പക്ഷേ അതെന്ന് വെച്ചാൽ കാലത്തിനെ നിങ്ങൾ അഡ്രസ് ചെയ്യുന്നത് കൊണ്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. MG യെ കുറിച്ച് കൂടെ പറയൂ. MG ആണല്ലോ ആദ്യം മൈക്കിൽ പഠിപ്പിക്കുന്നത്, MG ആണല്ലോ. അപ്പൊ MG യെ കുറിച്ചുള്ള ഏറ്റവും ആദ്യം പറയാൻ തോന്നുന്ന MGയുടെ പാട്ടുകളാണോ, ഇല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള പാട്ടുകളാണ്? പാടി വെച്ചിരിക്കുന്ന പാട്ടുകൾ ഇപ്പോഴും ഒരു പേടിയോടെയാണ് കാണുന്നത്, അത്ര ആദരവോടെ. കാരണം ദാസ് സാറ് കഴിഞ്ഞ് ഇത്ര അധികം മലയാളത്തിൽ ഒരു സമയത്ത് ഹിറ്റ്സ് ഉണ്ടാക്കിയ വേറൊരു സിംഗർ ഇല്ല ശരിക്കും പറഞ്ഞ, ഒരു മെയിൽ സിംഗർ.
ആ ഒരു കാഴ്ചയിൽ ഞാൻ കാണുമ്പോൾ പല പാട്ടുകളും എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് പാടി വെച്ചിരിക്കുന്നത്. ഇപ്പോഴും ചില പാട്ടുകളൊക്കെ എത്ര പേര് പാടാറുണ്ട് അത്, പക്ഷെ അതിൻ്റെ ഒറിജിനലിനെ കമ്പയർ ചെയ്യരുത് എന്നാൽ പോലും ആ സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നുണ്ട് ഭയങ്കരമായിട്ട്. അപ്പോൾ ആ കാര്യത്തിൽ ഞാൻ ഐ റെസ്പെക്ട് ഹിം എ ലോട്ട്. ഈ ആദ്യമായിട്ട് പാടിക്കുമ്പോൾ എന്തായിരുന്നു ഈ ശിഷ്യൻ ഗുരു ബന്ധം എങ്ങനെയായിരുന്നു? ചെറിയ പ്രായമല്ല, ആര് ഇതൊക്കെ ആരാ, അത്രേ ഉള്ളൂ. സ്വാമിയെ കുറിച്ചുള്ള പാട്ടായിരുന്നു. അതെ അതെ അതെ. അന്ന് ഈ പറഞ്ഞ പോലെ ഒരു അച്ഛൻ മോൻ അങ്ങനത്തെ ഒരു പാട്ടായിരുന്നു. എനിക്കൊന്ന് ആ ട്രെൻഡ് തുടങ്ങിക്കൊടുത്ത ഞാനാണ് തോന്നുന്നു കൊച്ചിയില്. അച്ഛാ അച്ഛാ സംഭവമില്ലേ, പക്ഷെ ആ പാട്ട് അങ്ങനെ അല്ലതില്ല. ഇത് കന്നിയയ്യപ്പനാം ഞാൻ സ്വാമിയെ കാണാൻ പോരുന്നേ. അപ്പം അച്ഛൻ പറയും പാദബലം നൽകി ദേഹബലം നൽകി ശരണമേ ഗണേ സ്വാമിയെ. ഇതാണ് പാട്ട്. അതിന് മുമ്പ് സാഫല്യത്തില് കുഞ്ഞു വയസ്സിൽ പാടിയിട്ടുണ്ട്. കൊച്ചിലാണ് ഇവരുടെ കൂടെ ഒക്കെ വർക്ക് ചെയ്യുന്നത്, പിന്നെ വർക്ക് ചെയ്തിട്ടില്ല. മനസ്സിലായില്ല, അതായത് അത്രയും ഓർമ്മയില്ലാത്ത കാലത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. വീട്ടിലെ ലെജൻസിന്റെ കൂടെ കൊച്ചിലെ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ സ്വന്തമായിട്ട് ഇറങ്ങിപ്പോയി വർക്ക് ചെയ്തോളാം പറഞ്ഞു, വഴി വെട്ടിപ്പോയി. പക്ഷെ ഈ എല്ലാവരുടെയും മടിയിൽ കിടന്ന് പാട്ട് പഠിച്ച ആളാണെങ്കിലും ഈ പറഞ്ഞു വരുമ്പോൾ അത്ര നല്ല ഇതല്ല, ശിക്ഷണം ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു. ഇല്ല, ഞാൻ ഇരുന്ന് പഠിക്കുന്ന അച്ഛൻ്റെ അടുത്താണ്. പിന്നെ അമ്മമ്മയും ഇരിക്കില്ല എന്ന് വെച്ചാൽ ഇരുത്തി അവരുടെയൊക്കെ ക്ലാസ് ഇങ്ങനെ കേട്ട് നടക്കുക, അതായിരുന്നു മെയിൻലി. ഇങ്ങനെ ഇരുന്ന് ഒരു പരിപാടി ഇല്ല. എല്ലാ സ്റ്റുഡൻസിനെയും കൊച്ചിലെ ഇവർ പഠിപ്പിക്കുന്നത് കേട്ടാണ് ഇങ്ങനെ നടക്കുന്നത്. അച്ഛന് ശരിക്കും വിദ്യാജിയുടെ പാട്ടുകളൊക്കെ പാടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേട്ടു. അതെ അതെ. അച്ഛൻ ഫിലിം സോങ്സ് അങ്ങനെ അതിലോട്ടൊന്നും, അച്ഛൻ അതൊക്കെ ഒരു വിദൂരമായ സ്വപ്നമായിരുന്നു. അച്ഛൻ കംപ്ലീറ്റ്ലി ഞങ്ങൾക്ക് വേണ്ടി സമയം മാറ്റിവെച്ച ഒരു അച്ഛനാണ്. കുട്ടികൾ, ഭാര്യ, ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ സ്റ്റുഡൻസും. ഡെഡിക്കേറ്റഡ് ടീച്ചർ, ഒരു ഗ്രേറ്റ് ഫാദർ ആയിരുന്നു. അച്ഛൻ്റെ ശബ്ദമാണ് എനിക്ക് കിട്ടിയത്. പലരും ചോദിക്കാറുണ്ട് ഇത് ശബ്ദത്തിന്റെ രഹസ്യം അച്ഛനാണ് ആ ശബ്ദം തന്നത്. ഞാൻ കർണാട്ടിക് പാടുമ്പോൾ അച്ഛൻ്റെ സ്റ്റുഡൻസ് പറയാറുണ്ട് സാറ് പാടുന്ന പോലെ തോന്നുന്നു, സാറ് പാടുന്ന പോലെ ഇരുന്നു. അപ്പം അച്ഛന് വിദ്യാജിയുടെ ആരോ വിരൽ മീട്ടി ഭയങ്കര ഇഷ്ടമായിരുന്നു. ആരെങ്കിലും ഒരു പാട്ട് പാടാൻ പറയുമ്പോൾ അച്ഛൻ അത് പാടും. അച്ഛൻ അത് കരഞ്ഞോണ്ടായിരിക്കും പാടും, ഭയങ്കര ഇമോഷണൽ ആയിട്ടാണ് പാടുന്നത്. അച്ഛൻ ആ പകുതി വെച്ച് ബ്രേക്കും ചെയ്യും. ആ പാട്ട് പാടി ഒരു പകുതി ആകുമ്പോഴത്തേക്കും മറ്റേ പോർഷൻ ഇല്ലേ, മനസ്സിൽ നനഞ്ഞ മഴവില്ലു മായ്ക്കുമൊരു പാവം തനയായി നീ, അത് അവിടെ അച്ഛൻ കരയും. എനിക്ക് പാടാൻ പറ്റില്ല. എനിക്ക് ആ പാട്ട് ഇഷ്ടമാണ്, പക്ഷെ ഇഷ്ടമല്ല, അങ്ങനത്തെ ഒരു പാട്ടാണ്. കാരണം അച്ഛൻ അത് ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ അച്ഛൻ പാടുമ്പോൾ കരയുന്നത്. ഞാൻ എപ്പോഴാ പാട്ട് വന്നാലും ഞാൻ മാറ്റും. ഞാൻ ആ പാട്ട് അധികം കേൾക്കില്ല. കാരണം എന്താ അറിയാമോ, ഈ നൊസ്റ്റു കയറി വരും, എല്ലാ ബ്രേക്കപ്പും അതിനകത്തേക്ക് വരും, പിന്നെ നമുക്ക് നിൽക്കാൻ പറ്റില്ല. ഡിഫറെന്റ് സ്റ്റോറി. എന്റെ കഥ വേറെ, നിങ്ങളത് ഭയങ്കര ഇമോഷണൽ ആണ്, എന്റേത് വേറൊരു അർത്ഥത്തിൽ. ഒരിക്കലും ഈ പാട്ട് കേൾക്കുന്നത് ഹാസ്യാത്മകമായി ഇപ്പൊ കാണുന്ന കാര്യങ്ങളാ. പക്ഷേ സീരിയസ്ലി ആ പാട്ട് കേൾക്കുന്ന സമയത്തുണ്ടല്ലോ, അത് ഹാസ്യമൊന്നുമല്ല, ശരിക്കും പെട്ടുപോകുന്ന അവസ്ഥയാണ്. വിദ്യാജിയുടെ പ്രൈം ടൈമിൽ ചെയ്ത പാട്ടുകളുമാണ് അത്. അച്ഛൻ ആ പാട്ട് എപ്പോഴും പാടും ഭയങ്കര. അതുപോലെ പെരുമഴക്കാലത്തിൽ എം ജയചന്ദ്രൻ സാറ് ചെയ്ത രാക്കിളിതൻ, ഈ രണ്ട് പാട്ടും അച്ഛന് ഇമോഷണൽ, കുറച്ച് സാഡ് സോങ്സ് ഭയങ്കര ഇഷ്ടമാണ്. അയ്യോ, അത് പാടുമ്പോഴും അച്ഛൻ കരയുമായിരുന്നു. അച്ഛൻ എന്നിട്ട് വിളിക്കുകയൊക്കെ ചെയ്തായിരുന്നു, വിളിച്ചിട്ട് ഭയങ്കര സോങ്, എന്തൊരു പാട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത് എന്നൊക്കെ പറയുമായിരുന്നു. അപ്പം എനിക്ക് ഈ പാട്ടുകൾ കേൾക്കുമ്പോൾ ഞാൻ പതുക്കെ ചാനൽ മാറ്റും. കാരണം എനിക്ക് അച്ഛൻ്റെ ഒരു ഓർമ്മ പെട്ടെന്ന് കയറി വരും. അതുകൊണ്ട് ഞാൻ ഈ എം ജിയുടെ പാട്ടുകളിൽ ഇഷ്ടപ്പെട്ടൊരു പാട്ട്, സ്പീഡ് പാട്ട് ഏതെങ്കിലും, ഞാൻ പറഞ്ഞില്ല ഔസേപ്പച്ചൻ സാറ് ചെയ്ത ഇപ്പം ഗാഥയാണെങ്കിലും ഒക്കെ, ഗാഥ ഒന്ന് പാടാൻ ശ്രമിക്കാൻ പറ്റുമോ? ഭയങ്കര രസമല്ലേ അത്, ഭയങ്കര ക്യൂട്ട് പാടിത്തരാറൊക്കെ ഉണ്ട്. ഇപ്പൊ പുള്ളിക്കാരി കേൾക്കുന്ന കായാണ്, ഭയങ്കര ഇഷ്ടമാണ്. പുള്ളിക്കാരി പറയും ഇതെനിക്ക് പറ്റിയ പാട്ടാടാ, അതെ എനിക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്ന തോന്നുന്നു, ഞാൻ പ്രാക്ടീസ് ചെയ്യട്ടെന്നൊക്കെ പറയും. ഗാഥയെ കൊണ്ട് നമുക്ക് കായ് പാടിപ്പിക്കാം. ഗാഥ പാടുവോ? ഭയങ്കര രസമായിരിക്കും കവിളിനെ. ഗാഥ ഇല്ല, ഗാഥ പാടും, പക്ഷേ ഇച്ചിരി പാടിയാൽ മതി, ചുമ്മാ ഒരു കൗതുകത്തിന് വേണ്ടിട്ട്. ശരിയാക്കാൻ ഇപ്പൊ പാടി കഴിഞ്ഞാൽ എന്നെ പാട്ടിലാക്കും, കോളേജ് ഇടിച്ച് പരുവാകും. അങ്ങോട്ട് റിക്വസ്റ്റ് ഗാഥ പാടിക്കോട്ടെ. ഗാഥയ്ക്ക് വേണ്ടിയിട്ട് കവിളിനയിൽ കുങ്കുമം ഒന്ന് പാടും. ശരി, എം ജിക്ക് വേണ്ടിയിട്ടും ആവാം. ശരി ശരി, എം ജിക്ക് ഒരു ഡെഡിക്കേഷൻ. കവിളിണയിൽ കുങ്കുമമോ
പരിഭവവർണ്ണ പരാഗങ്ങളോ കരിമിഴിയിൽ കവിതയുമായി വാ വാ എൻ്റെ ഗാഥേ നിന്റെ ചൊടിയിൽ വിരിയുന്നു നുകരും. പറ അയ്യടാ. അതൊന്നും അവള് പറയില്ല. ഞാൻ തന്നെ ഇത് നാണിച്ചാണ് പാടിയത്. ഈ അടുത്ത് ശിവുചേട്ടൻ എഴുതിയിട്ടുള്ള പൂക്കളെ വാനിലെ പകലിൻ നോവുകളെ എന്ന് പറയുന്ന പാട്ടില്ലേ, അത് ശിവുചേട്ടന്റെ വരികൾ ഭയങ്കര രസമാണ്. ഒരുപാട് കാലമായിട്ട് ശിവുചേട്ടന്റെ വരി, അതിന്റെ ഒരു കുഞ്ഞു വരി പറഞ്ഞിട്ട്. ഷുവർ. പൂക്കളെ വാനിലെ പനിനീർപ്പൂവുകളെ പകലിൻ നോവുകളെ താഴെ എന്തിനു വന്നു പോയി വെറുതെ വെറുതെ. ഈ റൊമാൻറ്റിക് സോങ്ങുകളുടെ കൂട്ടത്തിൽ ഒരു കാലഘട്ടത്തിൽ ഈസ്റ്റ് കോസ്റ്റ് വിജയം, അപ്പോൾ ആരാണു നീ എനിക്കോമലേ, ആ പാട്ട് ബാലഭാസ്കർ ചെയ്തതാ. അതേപോലെ ഒരു പാട്ട് നിങ്ങളിപ്പോ പാടി, ആരുനീ ആരുനീ എന്ന് പറഞ്ഞിട്ട്. അത് അതിന്റെ മ്യൂസിക് ഭയങ്കര അപ്ഡേറ്റഡ് ആണല്ലോ. രഞ്ജിൻ രാജിന്റെ നല്ല മ്യൂസിക് ഡയറക്ടറാണ്. അതൊന്ന് പാടുക, അത് രസമാണ്. കാരണം എന്താ വെച്ചാൽ ആ വരികളുടെ കുറെ ഭാഗങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അന്നത്തെ ആൽബത്തിന്റെ. അതെ, ചിത്തിനി എന്ന് പറയുന്ന സിനിമ. ആരു നീ ആരു നീ ആരാണു നീ ആരു നീ ആരു നീ ആരാണു നീ ആരാണു നീ എനിക്കോമലേ എനിക്കാരോമലേ ചിന്തകളിൽ രാഗസ്വപ്നങ്ങളിൽ എന്നിലെ എന്നെ ഉണർത്തും വികാരമേ ആരു നീ ആരു നീ ആരാണു നീ. ഇതല്ലേ? ഓ, ഞാൻ വരി ഓർക്കാൻ കുറച്ച് മറ്റത് കേട്ടിട്ടുണ്ടോ? ആരാണ് നീ എനിക്ക് ഓമലേ? വേണുഗോപാൽ പാടിയത്. രസമുള്ള പാട്ടാണ്. ഞങ്ങള് ഈ പാട്ട് കേൾക്കുമ്പോ അയ്യോ ഈ പാട്ട് വേറെ മ്യൂസിക്കിൽ നമ്മൾ ചിന്തിച്ചത് ഇതാണല്ലോ ഞാനത് അറിയുന്നത്. നല്ല പാട്ടായിരുന്നു. രഞ്ജിൻ പറഞ്ഞിരുന്നത് ഒരു നൊസ്റ്റാൾജിക് പാട്ടാണ്, ഒരു ഈസ്റ്റ് കോസ്റ്റ് സോങ് ആണ്, അങ്ങനത്തെ ഒരു മൂഡാണ്. അപ്പോൾ എക്സ്ട്രാ ഫീല് ഇട്ടോണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പാടിച്ചത്. സാധാ ഫീല് പോരാ ഹരി. അത് ആ തരത്തിൽ ചെയ്തേക്കും. അതെ അതെ അതെ. ഇനി രവീന്ദ്രൻ മാഷിനെ കുറിച്ച് ഓർക്കുമ്പോൾ മനസ്സിൽ വരുന്ന പാട്ടുകൾ കുറേ ഉണ്ടാവുമല്ലോ. പക്ഷെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഒരെണ്ണം പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മഞ്ഞക്കിളിയാണ്. തുടക്കകാലം തൊട്ടേ ബ്രാൻഡ് മഞ്ഞ ബ്രാൻഡായിരുന്നു ഞാൻ. മഞ്ഞക്കിളി എന്ന് പറഞ്ഞാൽ എവിടെ പോയാലും ആൾക്കാർ വിളിക്കുന്നത് തന്നെ അങ്ങനെയായിരുന്നു, മഞ്ഞക്കിളി. ഈ ഗോപാങ്കനെ ഇഷ്ടമാണ്. അതിപ്പോ ചിത്രമാരുടെ 2-3 ഷോയിലൊക്കെ പാടിയായിരുന്നു. ജയചന്ദ്രൻ സാർ പാടിയ ആലിലത്താലി ഇഷ്ടമാണെന്ന് പറയണ കേട്ടോ. അതെ അതെ അതെ. അതൊന്ന് പാടി നോക്കിയാലോ? ഭയങ്കര രസമല്ലേ? അനുപല്ലവിയോട്ട് പാടി തുടങ്ങിയ രസമായി. മേലെ മാളികയിൽ നിന്നും രഥമേറി വന്ന മണിമാരൻ മണവാട്ടിയായ മഞ്ജുളാംഗിയുടെ സ്വർണ്ണമായ നിമിഷം വരവേൽക്കൂ മൈനെ നിറമംഗളമരുളൂ കോകിലമേ വരവേൽക്കൂ മൈനെ നിറമംഗളമരുളൂ കോകിലമേ സുരഭിലമായൊരു സുന്ദരനനൻ മധുമൊഴി മാനസമേ ആലിലത്താലിയുമായി വരു നീ തിങ്കളേ ഇതിലേ ഇതിലേ ആവണി പൊയ്കയിൽ നാണമൂലും ആമ്പലോ വധുവായരികേ. ഈ നിങ്ങളോട് പ്രേമം തോന്നിയില്ലെങ്കിലേ ഉള്ളൂ അത്ഭുതം. പ്രേമം തോന്നാത്തവർക്ക് എന്തോ ഒരു കുഴപ്പമുണ്ടോ? സീരിയസ്ലി. അല്ലെ, ഇത്തരം കുറേ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ നമ്മൾ മാനേജ് ചെയ്യേണ്ട കാര്യങ്ങൾ. ഇപ്പം ഇൻസ്റ്റയിൽ ഇൻബോക്സിൽ വരിക, കുറേ പേര് ഇങ്ങനെ അഭ്യർത്ഥനകളുമായിട്ട് വരിക, കൂടെ നടക്കുക, അങ്ങനെ പിറകെ നടക്കുക. ഇതൊക്കെ എവിടെയാണ് ശല്യമായിട്ടുള്ളത്? ഞാനത് ചുമ്മാ മറിച്ച് പറയല്ല, ശല്യമൊന്നും ആയിട്ടില്ല ഒരിക്കലും. അങ്ങനത്തെ ഒരു രീതിയിൽ ചിലവർ കണ്ടിന്യൂസ് മെസ്സേജ് ചെയ്യാറുണ്ട്, റിപ്ലൈ. അത് ആദ്യം ഭയഭക്തി ബഹുമാനത്തോടെ തുടങ്ങുന്നു, ചേട്ടാ ഒരു റിപ്ലൈ വരൂ. പിന്നെ ചിലപ്പം വിട്ടുപോകും, ഈ തിരക്കില് എന്തെങ്കിലുമൊക്കെ വിട്ടുപോകുമ്പം. അപ്പൊ ആ ഭയഭക്തി ഇങ്ങനെ കുറയുന്നതാണ്. മേളില് നല്ല ചേട്ടാന്നൊക്കെ ഉള്ളു, ഇടേ ഒന്ന് തിരിഞ്ഞു നോക്കണേ എന്നൊക്കെ അവസരം. അപ്പൊ അത് എൻജോയ് ചെയ്യാറുണ്ട് ഞാൻ. അത് എനിക്ക് ഇഷ്ടമാണ് അതൊക്കെ. മെസ്സേജ് ചെയ്തോളൂ, ധൈര്യമായിട്ട് മെസ്സേജ് ചെയ്യാൻ ആഗ്രഹമുള്ളവരൊക്കെ
ചെയ്യട്ടെ. ഈ ഹരിശങ്കരനെ പ്രേമിക്കാൻ വരുന്നവരിൽ പെണ്ണുങ്ങൾ മാത്രമല്ലായിരിക്കുമല്ലോ, ആണുങ്ങൾ ഉണ്ടാവില്ലേ? പ്രേമം തോന്നുന്ന ആണുങ്ങളും ഇല്ലേ? അപ്പം ഇവരൊക്കെ ആർക്കും കൊടുക്കില്ല തിരിച്ച് മെസ്സേജ്? ഇല്ല, എല്ലാവർക്കും ഞാൻ റിപ്ലൈ ചെയ്യാറുണ്ട്, എല്ലാവരും കൊടുക്കാറുണ്ട്. പിന്നെ ഏത് വേണം വേണ്ടെന്നുള്ളത് നമുക്ക് തീരുമാനിക്കാമല്ലോ. എന്നാലും എല്ലാവർക്കും റിപ്ലൈ ചെയ്യാറുണ്ട്. റിപ്ലൈ കൊടുക്കാറുണ്ട്. അത് വെച്ച് അങ്ങനെ നടക്കാറില്ല. ലാൽ സാർ പറയുന്നതല്ല, വേണ്ട, അല്ല അപ്പൊ കൊടുക്കും, കൊടുക്കുക, അത്രേ ഉള്ളൂ. അപ്പൊ റിപ്ലൈ കിട്ടിയിട്ടുള്ളവർ ജാഗ്രതയായിട്ടിരിക്കുക. അത് ഒരു നന്ദിയാണ്. ചെറിയ പ്രായമാണ്. ഈ ചെറിയ പ്രായത്തിൽ ഇത് പ്രൊഫഷണലി കൈകാര്യം ചെയ്യാം. അപ്പൊ ഗാഥയുടെ ഒരു സപ്പോർട്ടൊക്കെ കിട്ടും. എങ്കിലും ഇത് പ്രൊഫഷണലി കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യം കൂടിയാണ്. ആരാധകരെ നമുക്ക് ഒരിക്കലും വെറുപ്പിക്കാനും പറ്റില്ല. പക്ഷെ ഇത് മാനേജ് ചെയ്ത് പോകാന്ന് പറയുന്നത് വലിയ ജോലിയും കൂടെയാണ്. അല്ല, എനിക്കത് ഒരിക്കലും ജോലിയായിട്ട് തോന്നിയിട്ടില്ല. എന്റർടൈൻമെന്റ് ഓൺലി, ഇവിടെ ഓൺലി എന്റർടൈൻമെന്റ് മാത്രം. ഒരിക്കലും അതുകൊണ്ടേ ഞാൻ നിലനിൽക്കും അങ്ങനൊന്നും ഇല്ല. റിപ്ലൈ ചെയ്യാത്ത ഇതൊക്കെ ഇപ്പോഴല്ലേ വന്നത്. ഇതിനു മുമ്പ് കച്ചേരി ചെയ്തിരുന്ന കാലത്ത് ആരും മെസ്സേജും ചെയ്തിരുന്നില്ല. അപ്പം എല്ലാത്തിലും സ്റ്റേബിൾ ആണ്. അങ്ങനെ ഇത് കിട്ടുന്നില്ലല്ലോ, പക്ഷെ അതിന് അങ്ങനൊന്നും ചിന്തിക്കാറില്ല. നിങ്ങൾ ഈ പരിചയപ്പെട്ടപ്പോ പരിചയത്തിലായി സൗഹൃദത്തിലായതിനു ശേഷമാണോ പ്രണയം ആയത്? അതെ, കോളേജില്. കഥ പറയൂ, സീൻ പറയൂ. സീൻ വളരെ സിമ്പിൾ സീനാണ്. ഒരു ബസ്സിൽ 2 കുട്ടികൾ ഇങ്ങനെ പോകുന്നു, പ്രേമിച്ചു തുടങ്ങി. അത് തന്നെ ഒരു ദിവസമല്ല, അത് ലൈക്ക് ഒരു 3rd ഇയർ. ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു ഫസ്റ്റ് ഇയർ തൊട്ട്. 3rd ഇയർ ഒക്കെ ആയപ്പോഴത്തേക്കും ഭയങ്കര കമ്പനിയായി. എങ്ങനെയെങ്കിലും ക്ലാസ് തീർന്ന് ബസ്സിൽ കയറിയാൽ മതി അങ്ങനത്തെ വെച്ചാൽ അങ്ങനെ നല്ലൊരു റിലേഷനിലാണ് സ്റ്റാർട്ട് ചെയ്തത് ഞങ്ങള്. ആ ഒരു ഫ്രണ്ട്സ് അതിപ്പോഴും ഉണ്ട്. താങ്ക്സ് ഫോർ ദാറ്റ്. ഫോണാണോ സഹായിച്ചത്? അതെ, നേരിട്ട് ഫോൺ ഞാൻ കോളേജിൽ എനിക്ക് 3rd ഇയർ ഒക്കെ കഴിഞ്ഞപ്പോൾ ഫോൺ കിട്ടി. ഫോണൊക്കെ ഞാൻ വളരെ കുറവായിരുന്നു. ഞങ്ങൾ പഠിച്ച കോളേജ് ഡെന്റലായിരുന്നു. പഠിത്തം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ. മേ ബി അന്നേ അത് എന്താ പറയുക, അങ്ങനെ മനസ്സിലാക്കി ഒരു പില്ലറാണ് എന്ന് മനസ്സിലായി. ഭയങ്കര ഒരു നമ്മുടെ വീട്ടിലുള്ള ഒരാളെ പോലെ തോന്നി എനിക്ക്. അങ്ങനെ ഒരു കഷ്ടപ്പെടേണ്ടി വന്നില്ല. അഭിനയിച്ച് ഇംപ്രസ് ചെയ്ത് വേറൊരാളായി മാറി ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. അതാണ് ഏറ്റവും പറയേണ്ടത്. എല്ലാവർക്കും അല്ലെങ്കിൽ നമുക്ക് ഇതിന് മുമ്പൊക്കെ പറ്റിയ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്കും വരുന്ന കഷ്ടപ്പാടാണ്. ഇംപ്രസ് ചെയ്യാനും നമുക്ക് ഇല്ലാത്തത് പ്രകടിപ്പിക്കുക. ഇതാണ് ഞാൻ. അപ്പം പുള്ളിക്കാരി എന്താണെന്ന് എനിക്കും അറിയാം. എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി. കല്യാണം പെട്ടെന്നായിരുന്നു. അതങ്ങനെ കല്യാണം കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ അങ്ങനത്തെ ഒരു തോട്ടായിരുന്നു. ഇത് അറിഞ്ഞപ്പോൾ ബാക്കി എല്ലാവരും ആഘോഷമാക്കി. കല്യാണം എല്ലാവരും വന്നിരിക്കുക, കല്യാണം കഴിച്ചു, അങ്ങനത്തെ ഒരു ഇത്. പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെ ഒരു കല്യാണം മൂടല്ല. ഭയങ്കര ചിൽ ലൈഫ്. അതാണ് ശരിക്കും പറഞ്ഞത്. അതാണ് ഇഷ്ടവും. അങ്ങനെ തന്നെ പോയാൽ മതി. ഹരിയുടെ പാട്ട് എത്രത്തോളം പുഷ് ചെയ്തു? അയ്യോ, ഞാൻ ഫിലിമിൽ വരാൻ കാരണം പുള്ളിക്കാരിയാണ്. ഫിലിമിൽ ട്രൈ ചെയ്യണം. ഞാൻ ഈ കോളേജിൽ ഇങ്ങനെ ചുമ്മാ ഫിലിം സോങ്സ് പാടുമ്പോൾ ഇതല്ലടാ നീ ഫിലിമിലോട്ട് കയറാത്തത് പാടാത്തെന്തെന്ന് ചോദിക്കുന്നൊക്കെയുള്ള അപ്പോഴാണ് ഞാൻ എന്നാ പിന്നെ ശ്രമിക്കല്ലേ എന്നുള്ളൊരു തോട്ട് വരുന്നത്. അങ്ങനൊരു സംഭവം തരുന്നത് പുള്ളിക്കാരിയാണ്. നിങ്ങൾ ചെയ്ത നല്ലൊരു കാര്യമാണ്. ഇപ്പോഴെങ്കിലും നല്ലത് പറഞ്ഞു. അത് നല്ല ഒരു തീരുമാനം. അതൊരു മികച്ച തീരുമാനമായിരുന്നു. ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഈ ഹരിയെ കിട്ടില്ലായിരുന്നു. ഓ, ഇവിടെ മറ്റേ നമ്മൾ ആരും മീറ്റ് ചെയ്യുമായിരിക്കും, പക്ഷെ ഇങ്ങനൊന്നും ആയിരിക്കില്ല. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ തുടരുകയാണല്ലോ. അപ്പോൾ പ്രേമത്തിന്റെ ആ ഒരു സാധ്യതയെ കഴിഞ്ഞിട്ട് പിന്നെ ഒരു പ്രാക്ടിക്കൽ ലൈഫാണല്ലോ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇപ്പോഴും എങ്ങനെയാണ് ഹരി എന്ന് പറയുന്ന ഒരു നമ്മൾ നല്ല ഫ്രണ്ട്സാണ്. അത് അങ്ങനെ ഇരിക്കാനാണ് എനിക്കും നല്ലൊരു എന്തും ഷെയർ ചെയ്യാവുന്നതും. ഇപ്പൊ ഈ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞില്ല, ഒരുപാട് ഫാൻസ് വരുന്നു. അങ്ങനത്തെ ഒരു എനിക്ക് അങ്ങനത്തെ ചിന്ത പോലും ഇല്ല. അല്ലെങ്കിൽ അങ്ങനെ പെട്ടെന്ന് ഒരാൾ വിളിക്കുമ്പോൾ ഞാൻ കോൺഷ്യസ് ആവുക. രാത്രി ചിലപ്പോൾ മിഡ് നൈറ്റിലൊക്കെ കോൾസ് വരാറുണ്ട്. ഗാഥയുടെ ഫോണിൽ കോൾ വരാറുണ്ട്, ഞാനാണെന്ന് പറഞ്ഞിട്ട്. രാത്രിയൊക്കെ വിളിക്കും ചിലവർ. ഞാൻ ഇൻസ്റ്റഗ്രാമിലൊക്കെ ടു കോൺടാക്ട് എന്ന് പറഞ്ഞ് കോൺടാക്ട് നമ്പർ കൊടുത്തിരിക്കുന്ന പുള്ളിക്കാരിയുടെയാണ്, എൻ്റെ അല്ല നമ്പർ. അപ്പോൾ അതൊരു വേറൊരു പ്രൊഫഷണൽ എന്നുള്ള രീതിയിൽ ഗാഥ അത് വളരെ അടിപൊളിയായിട്ട് മാനേജ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ മാനേജർ, അതെ, മാനേജർ ആൻഡ് ഡാമേജർ. അടിപൊളി മാനേജറാണ്. പിന്നെ ഷീ സ്റ്റാർട്ടഡ് എ ന്യൂ തിങ്, ലൈക്ക് ഒരു പുതിയൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങി. ഒരു വെൽനസിന്റെ ഒരു ഹെയ്വ എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റാർട്ടപ്പ്.
അപ്പൊ അത് ഗാഥ തന്നെ വന്ന് ഒരു ഇന്റർവ്യൂ കൊടുക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നതിനേക്കാൾ വരണം. അത് വേണമെങ്കിൽ ഇപ്പൊ തന്നെ ഞങ്ങളൊരു സീറ്റ് ഇവിടെ ഇടുന്നതായിരിക്കും. ഗാഥയ്ക്ക് വരാം, ഇപ്പൊ തന്നെ അനൗൺസ് ചെയ്യാം. ഞങ്ങള് എന്ത് തരത്തിലുള്ള സപ്പോർട്ടും തരുന്നതായിരിക്കും. ഹരി കൂടെ ഉള്ളത് പുള്ളാണ്. അതല്ലേ, അത് വേണ്ട, അത് മാത്രമാണ് പ്രശ്നം. ഞാൻ ഒറ്റയ്ക്ക് വരുള്ളൂ. അപ്പൊ അങ്ങനത്തെ ഈ ഭയോ അല്ലെങ്കിൽ എന്ത് വിചാരിക്കും ഇൻഹിബിഷൻസ് ഒന്നും ഇല്ല. ഞാൻ ഇങ്ങനെയാണ്, അത് കംപ്ലീറ്റ്ലി അക്സെപ്റ്റഡ് ആണ് അവിടെ. പണ്ടേ പുള്ളിക്കാരി എങ്ങനെയാണെന്ന് എനിക്കറിയാം. അപ്പോൾ ഇവിടെ ബാങ്ക് മാനേജറുടെ കാര്യം പറയുന്നുണ്ട്. കാശൊക്കെ കൈകാര്യം ചെയ്യുന്ന അയാളാണോ? അയ്യോ, അപ്പൊ ചോദിച്ചാൽ പൈസ ചോദിച്ചാൽ അടിക്കും. വേണമെങ്കിൽ അവിടെ പറയണം. രണ്ടുപേർക്കും കൂടെ ഉള്ള അക്കൗണ്ടാണോ, മ്യൂച്വൽ അക്കൗണ്ടാണോ? അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുതലാളിയാണ്. ഈ മാനേജർ ഫോൺ വാങ്ങിക്കാനൊക്കെ പൈസ തരുമോ? അതെങ്ങനെയായിരിക്കും? അയ്യോ, അങ്ങനത്തെ ഇതൊന്നുമില്ല. മാനേജിങ് ദ സെൻസ് ഷോയിനെ നന്നായിട്ട് മാനേജ് ചെയ്യുക, ഇത് മാത്രമല്ല എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നതും. ഇപ്പം ഇത്രയും വർഷം ഞാൻ ഫീൽഡിൽ വന്നപ്പോൾ തൊട്ട് എൻ്റെ ഇതുവരെയുള്ള ഷോസ് എല്ലാം മാനേജ് ചെയ്തത് പുള്ളിക്കാരിയാണ്. ഹരിയുടെ ടെൻഷനെല്ലാം അവിടെയാണ് കൊടുക്കുന്നത്. ഇവിടെ അതല്ലേ, ഞാൻ സമയത്ത് വന്ന് വർക്ക് ചെയ്താൽ മതി. ആർട്ടിസ്റ്റ് നമ്മൾ ഭയങ്കര സോറി എല്ലാവരും മാറിക്ക്. വെള്ളവിടെ സർവീസ് സാറിന് കുറച്ച് പണി തരൂ എന്നുള്ളൊരു പരിപാടിയാണ്. എപ്പോഴെങ്കിലും ഉടക്കുവോ? അപ്പം അതൊക്കെ ഉടക്ക് കുറവാ. പ്രൊഫഷണലി ഉടക്കില്ല. പ്രൊഫഷണലി ഇല്ല, പേഴ്സണലി ഒക്കെ അങ്ങനെ. പിള്ളേരെപ്പോഴും ഭയങ്കര ചെറിയ പിള്ളേരെ പോലെയാണ്. ഭയങ്കര ഞങ്ങളങ്ങനെ ഭയങ്കര മെച്ചോർഡൊന്നും ആയിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഇപ്പോഴും കൊച്ചു പിള്ളേരെ പോലെയാണ് ബിഹേവ് ചെയ്യുന്നത്. പിള്ളേരല്ലേ, ഹരിക്കഥയില്ലല്ലോ. അതെ, അങ്ങനെ ഒത്തിരി ആയോ? ഇല്ലില്ല, കണ്ണ പറയില്ല. കല്യാണം കഴിഞ്ഞോണ്ട് ഞാൻ പറഞ്ഞതാണ്. എങ്ങനെയാണെന്നൊക്കെ ചിലർ ചോദിക്കും, സീരിയസ് ആണോ നിങ്ങളുടെ? അങ്ങനെ സ്മൂത്ത് ആയിട്ട് അങ്ങ് പോവും. അങ്ങനെ പോട്ടെ, അങ്ങനെ പോയാൽ മതി കേട്ടോ. ഇല്ല, സീരിയസ് ആയിട്ട് കാര്യം പറഞ്ഞു തുടങ്ങി കഴിഞ്ഞാലേ അടിയൊക്കെ കൂടുമ്പോൾ ഭയങ്കര വലിയ സീരിയസ് അല്ല, ഒട്ടുമേ സീരിയസ് അല്ല, കോൺഷ്യസ് അല്ല. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പോയി. അല്ല, എങ്കിലും പ്രൊഫഷണൽ തിങ്സിലൊക്കെ വരുന്ന എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഒക്കെ വരുമ്പോൾ അപ്പോൾ അങ്ങനെ അടി കൂടാറില്ല. അതെങ്ങനെ സോർട്ട് ചെയ്യാന്നുള്ളൊരു ഡിസിഷനിൽ എത്തുള്ളൂ. മ്യൂച്വലി സംസാരിക്കും. ചില സിറ്റുവേഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്, എന്ത് ചെയ്യും മല്ലയ്യ, നമ്മളെന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞിരിക്കാറുണ്ട്. പക്ഷെ ആ സമയത്ത് ഒന്നുകിൽ എൻ്റെ ബുദ്ധി വർക്കാവും. ഭയങ്കര ബുദ്ധിയാ രണ്ടുപേർക്കും. ചേർത്ത് പറഞ്ഞു, ഇല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞു കൗണ്ടർ പറഞ്ഞു. അതെ, കുറച്ച് ബുദ്ധിയുണ്ടെങ്കിൽ മന്ദബുദ്ധി വിളിക്കാറുണ്ട്, ഇടയ്ക്കൊക്കെ വിളിക്കാറുണ്ട്. മാനേജിങ്ങിന്റെ കാര്യത്തില് അടിപൊളി, ഒന്നും അറിയണ്ട. നമ്മൾ സ്റ്റേജിൽ പോയി നിന്നാൽ മതി, ഇവിടെ എല്ലാം പക്കയായിരിക്കും. അത് വലിയ വലിയ മാനേജിങ് കമ്പനീസിനെക്കാളും നമ്മൾ സ്മൂത്തായിട്ട് പോവാറുണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ വേറൊരു സ്ഥലത്ത് ഇതുവരെ തല വെച്ചിട്ടില്ല. ഇതുപോലെ ആർട്ടിസ്റ്റിന്റെ വായിക്കകത്തൊന്നും ഇത് കേൾക്കാൻ പറ്റിയില്ല. അത് അടിപൊളിയല്ലേ. എങ്കിലും ഏതെങ്കിലും സ്ഥലത്ത് ബ്ലെയിം ചെയ്തിട്ടില്ല, ഇങ്ങനെ നിങ്ങളത് ചെയ്തിരുന്നെങ്കിൽ, ഇല്ലെങ്കിൽ നീ അത് ചെയ്തിരുന്നെങ്കിൽ? അങ്ങനെയൊക്കെ വരാറുണ്ട് കുറച്ച്. ഇപ്പം നമ്മളെല്ലാ ഇപ്പൊ പണ്ടൊക്കെ ഇപ്പൊ ഒരുപാട് ഇമ്പ്രൂവ് ആയി. ഗാഥയ്ക്ക് ഒരു പരിചയം ഇല്ലാത്തൊരു ഇൻഡസ്ട്രിയിലോട്ടാണ് ഗാഥ വരുന്നത്, മ്യൂസിക് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ വന്ന് എല്ലാ കാര്യങ്ങളുടെയും ടെക്നിക്കൽ ടേംസും പിന്നെ ഒരു പരിചയമില്ലാത്ത ക്ലയൻസായിട്ട് സംസാരിക്കുക, പിന്നെ ഒരു ഷോ നടത്തി കൊടുക്കുക എന്ന് പറയാം, അല്ലെങ്കിൽ നടത്തുക എന്ന് പറയുന്ന ഒരു ചെറിയ കാര്യമല്ല. അത് ഈ ഇവൻറ്റ്സ് നടത്തുന്ന ആൾക്കാരുടെ എത്രത്തോളം കഷ്ടപ്പാടാണെന്ന് അറിയാം. അപ്പം നമ്മുടെ പോയിന്റ് ഓഫ് കോണ്ടാക്ട് തൊട്ട് അൾട്ടിമേറ്റ്ലി ആ ഷോ നടക്കുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും ഓൺ ഫോൺ അല്ലെങ്കിൽ മീറ്റ് ചെയ്ത് എല്ലാ മീറ്റിംഗ് കൂടി ഇതുവരെ അങ്ങനെ ഒരു ട്രബിളൊന്നും ഉണ്ടായിട്ടില്ല. എല്ലാം വളരെ സ്മൂത്ത് ആയിട്ട്. ഈ ക്ലയൻസിനോടൊക്കെ വളരെ മര്യാദയ്ക്ക് പെരുമാറും. അതെ, അവർ മര്യാദ ഇല്ലെങ്കിലും നമ്മൾ വളരെ മര്യാദക്കായിരിക്കും പെരുമാറും. ഇല്ലെങ്കിൽ പണി കിട്ടും എന്നുള്ളത്. ചിലപ്പോൾ കഥ പറയും, എന്തോന്നടാ ഇവിടെയാണോ നീ പോയി പാടാൻ പോകുന്നതായി. എന്നിട്ട് അവർ വിളിക്കും, ഹലോ പറയൂ ചേട്ടാ, ഒരു കുഴപ്പമില്ല, നാളെ നമ്മൾ പറഞ്ഞ പോലെ പരിപാടി നടക്കും. പരിപാടി കഴിഞ്ഞിട്ട് ഓടും.